കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ കീഴിലുള്ള ക്യൂബയിലേക്ക് പാപ്പ അപ്പസ്തോലിക് നുൻഷോ അയച്ച വാർത്ത മാധ്യമ ശ്രദ്ധ നേടുന്നു. ബിഷപ്പ് ആന്റോയിൻ കാമില്ലേരിയെയാണ് പാപ്പ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. 2005 മുതൽ 2006 വരെ രാജ്യത്തെ ഹവാനിയിലെ വത്തിക്കാൻ നയതന്ത്ര ആസ്ഥാനത്തെ ഒരംഗമായി പ്രവർത്തിച്ചിരുന്നു. 2006 അവിടെ നിന്നും മടങ്ങിയ ബിഷപ്പ് ഇപ്പോൾ 18 വർഷങ്ങൾക്ക് ശേഷമാണ് ക്യൂബയിലേക്ക് പുതിയ ദൗത്യത്തിന്റെ ഭാഗമായി എത്തുന്നത്. ഓഷ്യാനിയയിലെയും ആഫ്രിക്കൻ രാജ്യങ്ങളിലുമായി അപ്പസ്തോലിക് നുൻഷോ ആയി സേവനമനുഷ്ഠിച്ച ശേഷം അദ്ദേഹം പാപ്പായുടെ നിർദ്ദേശപ്രകാരം അമേരിക്കയിലേക്ക് പോയി. 18 വർഷങ്ങൾക്ക് ശേഷം ഇവിടേക്ക് പ്രത്യേക ദൗത്യത്തിന്റെ ഭാഗമായി മടങ്ങിയെത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ബിഷപ്പ് ആന്റോയിൻ പറഞ്ഞു. ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ഏറ്റവും മനോഹരമായി നിർവഹിക്കാനാകുമെന്ന പ്രതീക്ഷയും വിശ്വാസവുമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ 11 രൂപതകളും 12 ബിഷപ്പുമാരുള്ള രാജ്യത്ത് വത്തിക്കാനെ പ്രതികരിച്ച് ക്യൂബയിലേക്ക് നിയമിക്കപ്പെടുന്ന 11ാമത്തെ പ്രതിനിധിയാണ് ബിഷപ്പ് ആന്റോയിൻ. ഭരണകൂടവും രാജ്യത്തെ സഭയും തമ്മിലുള്ള സ്വരച്ചേർച്ചകൾക്ക് സമവായം കാണുവാൻ പുതിയ അപ്പസ്തോലിക് നുൻഷോയ്ക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയും ക്യൂബയിലെ ബിഷപ്പുമാർക്കുണ്ട്.